നമസ്കാരം. വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു തീയതി കൂടി പാലിക്കപ്പെടാതെ പോകും എന്ന് ഏകദേശം ഉറപ്പായി. ഏകദേശമല്ല, പൂർണ്ണമായും ഉറപ്പായി. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. പ്രത്യേകിച്ച് ആരും കൺഫേം ചെയ്യാതെ ഒരു തീയതി ഡിസംബർ 3 എന്നൊരു തീയതി പ്രോജക്റ്റിന്റെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഔദ്യോഗികമായി അങ്ങനെ ഒരു തീയതിയിൽ അത് നടക്കില്ല എന്നുള്ള വിവരം സെയിലിംഗ് കമന്ററിക്ക് ഇന്നലെ ലഭിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസംബർ 3 എന്നുള്ളൊരു തീയതിയുമായി ഇനി അധികം പ്രതീക്ഷിച്ചിരിക്കേണ്ട. പക്ഷേ ഒരുപാട് പ്രതീക്ഷകളുമായിരിക്കുന്ന മറ്റു ചിലർ നമ്മുടെ ചുറ്റിലുമുണ്ട്. പ്രത്യേകിച്ച് തൊഴിലാളികൾ, അടിസ്ഥാന വിഭാഗക്കാരായ തൊഴിലാളികൾ വളരെ താല്പര്യത്തോടെയാണ് നമ്മുടെ തുറമുഖത്തിൻ്റെ ഗേറ്റ് തുറക്കുന്നത് കാത്തിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ അല്പം ദീർഘമായി ഒരു മറുപടി സെയിലിംഗ് കമന്ററിക്ക് നൽകി. ഞാൻ ചോദിച്ചു, ഇപ്പോൾ കാർഗോ ഒന്നും വരുന്നില്ല എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം വിഴിഞ്ഞം തുറമുഖം തുറക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മൾ പങ്കുവെച്ചിട്ടുമുണ്ട്. ഇവിടെ അദ്ദേഹം അല്പം പരുഷമായിട്ട് തന്നെയാണ് അദ്ദേഹം എഴുതുന്നത്. ഹ്യൂജ് ഇമ്പോർട്ട്സ് കമ്മിങ്, ധാരാളം കാർഗോ വരുന്നുണ്ട്. വി ആർ സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഇറ്റ് ട്രാൻസ്ഷിപ്ഡ് ഫ്രം കൊളംബോ. കൊളംബോയിൽ നിന്ന് അത് ഇങ്ങോട്ട് എത്തിക്കുവാൻ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു, വല്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇസ് ദർ എനി ഹോപ്പ് ദാറ്റ് ദ പോർട്ട് ഇൻ വിഴിഞ്ഞം വിൽ സ്റ്റാർട്ട് ഓപ്പറേറ്റിംഗ് എനിവർ ഇൻ നിയർ ഫ്യൂച്ചർ? അദ്ദേഹം ഈ ഡിസംബർ 3 എന്നുള്ള തീയതിയിൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതില്ലാന്നറിഞ്ഞപ്പോഴാണ് വിൽ സ്റ്റാർട്ട് ഓപ്പറേറ്റിംഗ് എനിവെയർ ഇൻ നിയർ ഫ്യൂച്ചർ, സമീപ ഭാവിയിൽ എപ്പോഴെങ്കിലും അത് തുറക്കുമോ? വി ആർ ഫെഡ് അപ്പ് വിത്ത് ട്രാൻസ്ഷിപ്മെന്റ് ഡിലേസ് ഫേസ്ഡ് ഫ്രം കൊളംബോ. പതിറ്റാണ്ടുകളെ അവർ അനുഭവിക്കുന്ന ട്രാൻസ്ഷിപ്പിന്റെ വേദന, ഇവിടെ ട്രാൻസ്ഷിപ്മെന്റ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ആശ്വാസം തോന്നിയിരുന്നു. പക്ഷേ സമീപ ഭാവിയിൽ അത് നടക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം. വി ആർ ഫെഡ് അപ്പ് വിത്ത് ദി ട്രാൻസ്ഷിപ്മെന്റ് ഡിലേസ് ഫേസ്ഡ് ഫ്രം കൊളംബോ. ഒരു ഉദാഹരണം അദ്ദേഹത്തിന്റെ ഇപ്പോൾ വരുന്ന ചരക്കിനെ കുറിച്ച്, കാർഗോയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. MSC Silver is supposed to sail from Colombo on 23rd. 2 ദിവസം മുമ്പ് കൊളംബോയിൽ നിന്ന് MSC Silver II എന്ന് പറയുന്ന ഫീഡർ വെസൽ യാത്ര തിരിക്കേണ്ടതായിരുന്നു. സ്റ്റിൽ സ്റ്റക്ക് ഇൻ കൊളംബോ, ഇപ്പോഴും കൊളംബോയിൽ തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്നലെ ട്രാക്ക് ചെയ്തപ്പോൾ അത് പുറപ്പെട്ട് അവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് പുറപ്പെടുകയെങ്കിലും ചെയ്തു. ഇൻ ദിസ് വോയേജ് ഇറ്റ് ഫസ്റ്റ് ഗോസ് ടു മാംഗ്ലൂർ. ആദ്യം സിൽവർ സെക്കൻഡ് പോകുന്നത് മംഗലാപുരത്തേക്കാണ്, ഗോസ് ടു മാംഗ്ലൂർ ആൻഡ് ദെൻ കമ്മിങ് ടു കൊച്ചിൻ. അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കാർഗോയുമായി തിരിച്ച് കൊച്ചിയിൽ വരുന്നത്. ദെൻ കമ്മിങ് ടു കൊച്ചിൻ, ദെർബൈ വി ആർ ഗെറ്റിംഗ് ഡിലേ ഓഫ് അനദർ 3 days. വീണ്ടും 3 ദിവസം കൂടി മംഗലാപുരത്ത് പോയി തിരിച്ചു വരുന്ന ഇനത്തിൽ 3 ദിവസം കൂടി താമസിക്കും. This shipment was supposed to arrive on 8th November. നവംബർ 8-ാം തീയതി വരേണ്ടിയിരുന്ന ചരക്ക് ഈ നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയിട്ടില്ല. അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന, ഞാൻ ആയിരക്കണക്കിനൊന്നും പറയുന്നില്ല, 1000-ൽ പരം തൊഴിലാളികളുണ്ട്. അപ്പോൾ സർക്കാർ ഡിലേ വരുത്തുമ്പോൾ ആരുടെ അന്നമാണ് മുട്ടിക്കുന്നത് എന്ന് സർക്കാർ ഒരു നിമിഷം ചിന്തിക്കണം. ഈ കേട്ടത് കേരളത്തിലെ തൊഴിലാളികളുടെ വിലാപമാണെങ്കിൽ ഇത് പഴയ സഖാക്കളുടെ വെസ്റ്റ് ബംഗാളിലെ ഒരു സുഹൃത്ത് നമ്മളോട് അദ്ദേഹത്തിൻ്റെ കാർഗോ ഇവിടെ ട്രാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ഈ സമയത്ത് ഒരു കാര്യം കൂടി സെയിലിംഗ് കമന്ററി പറയട്ടെ. ട്രാക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. സൗജന്യമായി സെയിലിംഗ് കമന്ററി പ്രേക്ഷകരുടെ, കസ്റ്റമേഴ്സിൻ്റെ, ഇമ്പോർട്ടേഴ്സിൻ്റെ, എക്സ്പോർട്ടേഴ്സിൻ്റെ കാർഗോ കണ്ടെയ്നറുകൾ ട്രാക്ക് ചെയ്ത് കൊടുക്കാൻ സന്നദ്ധമാണ്. കണ്ടെയ്നറിൻ്റെ നമ്പർ മാത്രം നൽകിയാൽ മതി. സൗജന്യമാണ് ഈ സേവനം. പരമാവധി വ്യാപാരം, വ്യവസായം ഇവിടെ നടക്കാൻ സെയിലിംഗ് കമന്ററിയുടെ ഒരു കൊച്ചു കൈത്താങ്. കണ്ടെയ്നർ നമ്പറുകൾ തന്നാൽ ഏത് കപ്പൽ എവിടെ എത്തി, ഏത് പോർട്ടിലെത്തി, എപ്പോൾ
നമ്മുടെ കൈകളിൽ സാധനം എത്തും എന്നൊക്കെ ഏകദേശം ഒരു ചിത്രം തരാൻ കഴിയും. അങ്ങനെയാണ് ബംഗാളിലെ ഈ സുഹൃത്തിനെ പരിചയപ്പെട്ടത്. കൊൽക്കത്തയിലെ സുഹൃത്തിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പൽ ഹാംബർഗിൽ നിന്ന് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റിലൂടെ ആൻഡ്വർപ്പിൽ എത്തിച്ചു. ആൻഡ്വർപ്പിൽ നിന്ന് നമ്മുടെ ഇവിടെ വന്ന പലോമ എന്ന് പറയുന്ന കപ്പലിൽ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നിന്ന് മാലിയിൽ നിന്ന് വന്ന മാനസ MSC മാനസ എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ പോർട്ടിൽ നിന്ന് കൊളംബോ, അത് കഴിഞ്ഞ് ഹാൽദിയ, അത് കഴിഞ്ഞ് കൊൽക്കത്തയിൽ ഒരു പക്ഷേ നാളെ എത്തിയേക്കും. ഏകദേശം 10 ദിവസമാണ് ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഇനത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു വ്യവസായിക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവിടെയും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കാർഗോയെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഡെലിക്കേറ്റ് കാർഗോ, വളരെ ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രജൈൽ, ചിലപ്പോൾ പൊട്ടിപ്പോകാം, തകരാറ് സംഭവിക്കാം, അങ്ങനെയുള്ളതാണ് കാർഗോ. ഡെലിക്കേറ്റ് കാർഗോ, സോ കണ്ടെയ്നർ ഹാസ് ടു ബി ഡീസ്റ്റഫ്ഡ് ആൻഡ് ട്രാൻസ്ഷിപ്മെന്റ് ഡൺ ഡയറക്ട്ലി ഓൺ ടു ട്രക്സ് ഫ്രം കണ്ടെയ്നർ. ട്രാൻസ്ഷിപ്മെന്റ് ഈ പറയുന്ന കണ്ടെയ്നറിൽ നിന്ന് ട്രക്കിലോട്ട് കയറ്റുന്നതിനും ട്രാൻസ്ഷിപ്മെന്റ് എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒരു കാര്യം പറയുന്നത്, സോ കണ്ടെയ്നർ ഹാസ് ടു ബി ഡീസ്റ്റഫ്ഡ്. ഡീസ്റ്റഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടെയ്നറിൽ ഇരിക്കുന്ന സാധനങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് ചിലപ്പോൾ റീപാക്കിംഗ് ചെയ്യേണ്ടി വരാം, അതിൻ്റെ അളവ് ചെറുതാക്കാം, അല്ലെങ്കിൽ പലയിടത്തോട്ട് അയക്കാൻ അത് വിഭജിക്കാം. അങ്ങനെ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് കണ്ടെയ്നറിൽ നിന്ന് എടുത്ത് ട്രക്കിലോട്ട് കയറ്റുന്നത് ആരായിരിക്കും? ബംഗാളിലും ചുവന്ന തൊഴിലാളികളുണ്ടല്ലോ. അപ്പോൾ വിഴിഞ്ഞത്തെ ഈ ഡിലേ ഇന്ത്യയിലെ തൊഴിലാളികളെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തും കേരളത്തിലും മാത്രമല്ല, ഇന്ത്യയിൽ കൊൽക്കത്തയിലെ തൊഴിലാളികൾ, ഇപ്പം വെസ്റ്റ് ബംഗാളിലെ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നണ്ടേ? അങ്ങനെ ഒരു അനുഭവമാണ് കൊൽക്കത്തയിലെ സുഹൃത്ത്. അദ്ദേഹത്തിനും സെയിലിംഗ് കമന്ററിയാണ് ട്രാക്ക് ചെയ്ത് ഇന്നലെയും നൽകി, ഇന്നും നൽകും. ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ വിവരവും അദ്ദേഹത്തിന് നൽകും. ഇപ്പോൾ മാനസ ഹാൽദിയയിലുണ്ട്. ഹാൽദിയയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് കൊൽക്കത്ത പോർട്ട്. അങ്ങോട്ട് ആ കപ്പൽ പോകുന്ന വിവരവും സെയിലിംഗ് കമന്ററി ട്രാക്ക് ചെയ്ത് അദ്ദേഹത്തെ അറിയിക്കും. പോർട്ടിന്റെ ഗേറ്റ് തുറക്കാൻ വൈകിയാലും സെയിലിംഗ് കമന്ററിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു കത്താണ്. കത്ത് പോസ്റ്റ് നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്തതല്ല, നേരിട്ട് അയച്ചു തന്നതാണ്. വാട്സാപ്പ് വഴി അയച്ചു തന്നതാണ്. അയച്ചിരിക്കുന്നത് ശ്രീനിവാസ്, തഹസീൽദാർ, മഞ്ചേശ്വരം. അങ്ങ് ബോർഡറിലാണ്, നമ്മുടെ അങ്ങ് അറ്റത്തിരിക്കുന്ന സുഹൃത്താണ്. കൊരട്ടി, തൃശ്ശൂരിലെ കൊരട്ടി സ്വദേശിയാണ്. ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് മഞ്ചേശ്വരത്താണ്. അദ്ദേഹത്തെ ഞാൻ നമിക്കുന്നു ആദ്യമായിട്ട്. സെയിലിംഗ് കമന്ററി തുടക്കം മുതൽ കേൾക്കുന്നതാണ്. അതിനു മുമ്പ് അണിയറയും കൃത്യമായി കണ്ടിരുന്നതാണ്. എന്നും രാവിലെ 8 മണിക്കായി കാത്തിരിക്കുന്നത് ഒരു ശീലമാണിപ്പോൾ. വരുന്ന കപ്പലുകൾ ട്രാക്ക് ചെയ്യലാണ് ഇപ്പോഴത്തെ ഒഴിവ് സമയത്തെ പരിപാടി. വലിയ സന്തോഷം തോന്നുന്നു. കേരളത്തിൽ ഒരു സംസ്കാരം, കപ്പലുകളെ ട്രാക്ക് ചെയ്യുക, കപ്പലുകൾ, ചരക്കുകൾ, കണ്ടെയ്നറുകൾ എന്നുള്ള നിലയ്ക്ക് പോർട്ടുകൾ, ആഗോള പോർട്ടുകൾ, ഇവയെക്കുറിച്ചൊക്കെ പഠിക്കുവാൻ ഒരു ചെറിയ വിഭാഗമെങ്കിലും തയ്യാറാകുന്നു എന്നുള്ളത് വളരെ ശുഭകരമായ ഒരു വാർത്തയാണ്. അദ്ദേഹം വളരെ ഗുരുതരമായ ഒരു മിസ്റ്റേക്ക്, സെയിലിംഗ് കമന്ററിയുടെ ഗുരുതരമായ മിസ്റ്റേക്ക് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇന്നത്തെ റിപ്പോർട്ടിൽ, ഇന്നലത്തെ റിപ്പോർട്ടിലാണ്. ഇന്നലത്തെ റിപ്പോർട്ടിൽ 24ാമത്തെ കപ്പൽ ഇന്നലെ പ്രവേശിച്ചു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ വന്ന മറിയ ക്രിസ്റ്റീന 25ാമത്തെയാണ്. ലിസ്റ്റ് താഴെ നൽകുന്നു. നവംബർ 1 മുതൽ വന്ന എല്ലാ കപ്പലുകളും അദ്ദേഹം കൃത്യമായി, ശ്രീനിവാസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെയിലിംഗ് കമന്ററിക്കാണ് മിസ്റ്റേക്ക് പറ്റിയത്. ക്ഷമ ചോദിക്കുന്നു. ഇത്രയും കൃത്യമായി സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർ ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരല്പം അഭിമാനം സെയിലിംഗ് കമന്ററിക്കുണ്ട്. സെയിലിംഗ് കമന്ററി തെറ്റ് തിരുത്തുന്നു. ഒപ്പം സെയിലിംഗ് കമന്ററി ഈ മറ്റു വെസലുകൾ, കണ്ടെയ്നറുകൾ അല്ലാത്ത വെസലുകൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ GST മാരിനാസ് വന്നിരിക്കുന്നത് ലിഫ്റ്റ്, നമ്മുടെ ക്രെയിനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഹെവി ലിഫ്റ്റ് കാരിയറാണ്. അപ്പോൾ അത്തരം വെസലുകൾ നമ്മൾ ഈ പറയുന്ന ചരക്ക് വ്യാപാരത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം മുതലേ ഉള്ള കപ്പലുകൾ ഇപ്പോൾ 65, 66 ഉണ്ട്. ശ്രീനിവാസന്റെ കണക്കനുസരിച്ച് 66ആണ്. അപ്പോൾ നമുക്ക് മറ്റത് കൂടെ ആണെങ്കിൽ ഒരു 7, 8 കപ്പലുകൾ അതും കൂടെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഇത് കൊണ്ടുവരുന്ന ക്രെയിൻ കൊണ്ടുവരുന്ന കപ്പലുകളെ ഈ ഗണത്തിൽ പെടുത്തിയിട്ടില്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരെണ്ണം കൂടി കുറയും. അങ്ങനെ എണ്ണി പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ എണ്ണുന്നതിന് വിരോധമില്ല. നമ്മൾ ഈ പറയുന്ന കണ്ടെയ്നർ ഇതാണ് സെയിലിംഗ് കമന്ററി ഫോളോ ചെയ്യുന്നത്. അതിലും ഒരു തെറ്റുണ്ടായിരുന്നു, അത് തിരുത്താൻ സഹായിച്ചതിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ അക്ഷയ്, കൃഷ്ണൻ, ഇപ്പോൾ ശ്രീനിവാസൻ, ഇതുപോലെ പലരും ചെയ്യുന്നുണ്ട്. വേറൊരു അജ്ഞാതനായ ഒരു സുഹൃത്ത് ധാരാളം വിവരങ്ങൾ, കപ്പൽ മാത്രമല്ല വന്ന സമയത്തെ ആഴം, തിരിച്ചു പോയപ്പോഴുള്ള ആഴം, അങ്ങനെ വിശദമായ ഒരു ഡാറ്റാബേസ് തന്നെ എഴുതി തയ്യാറാക്കി സൂക്ഷിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ കാര്യമാണ്. 30 വർഷത്തെ അനുഭവത്തിനിടയിൽ പോർട്ട് വേണ്ട, നടക്കില്ല എന്ന് പറഞ്ഞ കാലത്ത് നിന്ന് ഇത്രയും ജാഗ്രതയോടെ പോർട്ടിനെ കുറിച്ചും കപ്പലിനെ കുറിച്ചും ഇനി കണ്ടെയ്നറുകളെ കുറിച്ചും നമ്മൾ ഇതുപോലെ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലത്തിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. എന്തായാലും എത്രയും വേഗം നമ്മുടെ തുറമുഖത്തിൻ്റെ ഗേറ്റ് വേ കാർഗോ കൂടി ഓപ്പൺ ആകുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ഒരു റിക്വസ്റ്റ് ശ്രീനിവാസനോടുള്ളത്, ബീയിങ് എ ഗവൺമെൻറ് ഒഫീഷ്യൽ, നമ്മുടെ മഞ്ചേശ്വര ഭാഗം അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്ത് ഒരുപാട് സ്ഥലമുണ്ട്. ഒരു തഹസീൽദാർ എന്നുള്ള നിലയ്ക്ക് അവിടെയുള്ള വ്യവസായ സൗഹൃദമാക്കാൻ, ആ ജില്ല വ്യവസായ സൗഹൃദമാക്കാൻ പരിശ്രമിച്ചാൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് സെയിലിംഗ് കമന്ററിയുടെ ഒരു പ്രേക്ഷകനാകുമ്പോൾ ട്രാക്ക് വിട്ട് സഞ്ചരിക്കണം. ജനങ്ങളെ സഹായിക്കുന്ന, വ്യവസായികളെ സഹായിക്കുന്ന, വ്യാപാരികളെ സഹായിക്കുന്ന, കയറ്റുമതിക്കാരെ സഹായിക്കുന്ന ഒരു സമീപനം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, തഹസീൽദാർ എന്ന് പറയുന്ന ഈ ശ്രേണിയിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്, കളക്ടറിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ നിലയ്ക്ക് ഒരുപാട് വ്യവസായികളെ സഹായിക്കാൻ പറ്റും, കയറ്റുമതിക്കാരെ സഹായിക്കാൻ പറ്റും, ഇറക്കുമതിക്കാരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ഒരു സമീപനം സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകനെന്ന് പ്രത്യേകിച്ച് പറയണം. പ്രേക്ഷകനല്ല, സെയിലിംഗ് കമന്ററിയുടെ ഒരു സഹയാത്രികൻ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു സഹയാത്രികൻ എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് ജില്ലയിലുള്ള വ്യവസായികളെ സഹായിക്കുന്ന ഒരു സമീപനം കൂടി സ്വീകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ്. അവരുടെ കയറ്റുമതി ചരക്ക് മംഗലാപുരത്ത് ഇപ്പോൾ വരുന്നുണ്ട്, സിൽവർ സെക്കൻഡ് വരുന്നുണ്ട്. ഇതുപോലെ മംഗലാപുരത്ത് നിന്ന് തന്നെ ഫീഡർ വെസൽ കയറ്റി വിട്ടാൽ നമുക്ക് മദർ വെസൽ ഇവിടുന്ന് കയറ്റി വിട്ടുകൊണ്ട് ധാരാളം തൊഴിലവസരങ്ങൾ കാസർഗോഡ് ജില്ലയിൽ സൃഷ്ടിക്കാൻ നമുക്ക് സഹായിക്കാം. ഇതാണ് സെയിലിംഗ് കമന്ററി സ്വപ്നം കണ്ടത്. കേരളം മുഴുവൻ ഒരു പുതിയ മുന്നേറ്റം തുറമുഖത്തിലൂടെ, മദർ പോർട്ടിലൂടെ സംഭവിക്കും എന്നുള്ളതാണ്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.